മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. നിലമ്പൂർ ഗവൺമെന്റ് മാനവദൻ സ്കൂളിലെ സ്റ്റേഡിയം കൈമാറൽ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് ഉന്നതതല ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ യോഗവും ചേർന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ, നിർവഹണ ഏജൻസിയായ കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥർ, കരാറുകാർ ഉൾപ്പെടെയാണ് സ്റ്റേഡിയം സന്ദർശിച്ചത്. നിലവിൽ ഗ്യാലറിയുടെ ഉൾപ്പെടെ നടന്നുവരുന്ന പ്രവൃത്തികൾ വേഗം പൂർത്തീകരിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും യോഗം തീരുമാനിച്ചു. സ്റ്റേഡിയത്തിൽ നീന്തൽക്കുളം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാനുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട അഡ്ഹോക്ക് കമ്മിറ്റി വിളിച്ചു ചേർക്കാനും ധാരണയായി. ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾക്ക് കമ്മിറ്റി രൂപീകരിക്കും. സ്പോർട്സ് വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് നേരിട്ട് സ്റ്റേഡിയം സന്ദർശിക്കും. തുടർ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാവുമെന്നും എംഎൽഎ വ്യക്തമാക്കി. നഗരസഭാ കൗൺസിലർമാരായ ഷിഹാബ് ഇണ്ണി, റജീന, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, SMC ചെയർമാൻ കോയ കടവത്ത്, PTA ഭാരവാഹി ഷംസീർ അലി, PTA SMC അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 3 വർഷമായി. ഇതിന്റെ ഉടമസ്ഥാവകാശം കൈമാറാത്തതിനാൽ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് എംഎൽഎ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതോടെയാണ് അടിയന്തര ഇടപെടലുണ്ടായത്. സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം നഗരസഭയ്ക്കോ സ്കൂളിനോ കൈമാറാനും നടപടിയുണ്ടാകും. 18.5 കോടി രൂപ ചെലവഴിച്ച് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയമാണ് കൈമാറാത്തത്. സ്റ്റേഡിയത്തിന്റെ നിർവഹണ ഏജൻസി കിറ്റ്കോയാണ്. എ+ വിഷൻ, നിലമ്പൂർ. മഹാറാണി കനവിൻറാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.